പള്ളിയിൽ നിന്ന് കലണ്ടറും കവറും കിട്ടുമ്പോൾ നമ്മൾ പറയും, ആ ഇത് മിഷൻ സൺഡേയുടെ മാസമാണല്ലേ. കുറേ നാളുകളായിട്ട് നമ്മൾ അങ്ങനെയാണ് മിഷൻ സൺഡേ ഓർക്കുക. യൂണിറ്റ് ഭാരവാഹികൾ വീടുകളിലേക്ക് കലണ്ടറും കവറും കൊണ്ടു തന്നിട്ട് പറയും, അടുത്ത ഞായറാഴ്ച മിഷൻ സൺഡേയുടെ സമർപ്പണം ഉണ്ട് കേട്ടാ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഒരു മിഷൻ ഓർക്കുക, മിഷൻ സൺഡേ ഓർക്കുക. ചെറുപ്പകാലത്ത് നമ്മൾ ഓർക്കുകയല്ലേ, മിഷൻ സൺഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക കേരളത്തിന് വെളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും സമർപ്പിതരും അൽമായർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പള്ളികളിലും യൂണിറ്റുകളിലൊക്കെ ഉൽപ്പന്ന പിരിവുകൾ നടത്തി, കവറുകൾ പിരിവുകളൊക്കെ നടത്തി നമ്മൾ അവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നു, അവർക്ക് വേണ്ടി അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെയൊക്കെ കൊച്ചു മനസ്സിൽ അന്നത്തെ ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മിഷണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് വെളിയിൽ പോയിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരെയാണ് മിഷണറി എന്ന് പറയുക. ശരിക്കും അങ്ങനെയാണോ? മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും മിഷണറിയാണ് എന്ന് അടിസ്ഥാനമിട്ട് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് മിഷൻ സൺഡേ. തീർച്ചയായും കേരളത്തിന് വെളിയിലും വിദൂരങ്ങളിലും വിദേശങ്ങളിലൊക്കെ പോയി ഒരുപാട് ത്യാഗത്തോടെ പരിത്യാഗത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും ഒരു മിഷണറിയാണ്. ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സാന്നിധ്യം കൊണ്ടൊക്കെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മിഷൻ സൺഡേ. വിദൂരങ്ങൾ വിദേശങ്ങളിലല്ല, എൻ്റെ കണ്ണിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ, എൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടങ്ങളിൽ, എൻ്റെ പ്രവർത്തന മേഖലകളിൽ ക്രിസ്തുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരു മിഷണറിയാകുന്നു. എൻ്റെ ഓരോ ഞായറാഴ്ചയും മിഷൻ സൺഡേ ആയി മാറുന്നു. ദൈവം സമൃദ്ധമായി മിഷണറിമാരിലൂടെ നമ്മുടെയും നമ്മുടെ ശുശ്രൂഷ മേഖലകളെയും കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.